ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മൾ രാവിലെ പോത്തപ്പന്മാരെ അയച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ. അവരിതാ വെള്ളത്തിലാണ് ഇന്ന് രാവിലെ തന്നെ വന്നിട്ട് കിടക്കുന്നത്. അവിടെ ഫുൾ ചളിയാണ് കേട്ടോ. ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ. ഇവൻ മീനി കയറിയതാ. ഇവൻ മൂന്നവിടെയാണ് ഇപ്പോൾ മെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ പേര് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു മണി ഉടച്ചതാണോ എന്ന്. അപ്പോൾ നമ്മളുടെ പോത്തുകളുടെ മണി നമ്മൾ ഉടച്ചിട്ടില്ല കേട്ടോ. കാരണം ഡോക്ടർ വന്ന സമയത്ത് പറഞ്ഞു മണി ഉടച്ചു കഴിഞ്ഞ് പെട്ടെന്ന് പോത്തുകൾ എണീക്കുന്നത്. പക്ഷേ മണി ഉടയ്ക്കുന്നത് അതിൻ്റെ നരമ്പെന്തോ ഒരു മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്യും. അപ്പോൾ ആ നരമ്പിൻ്റെ അവിടെ ചെറുതായിട്ട് ചിലപ്പോൾ പൊട്ടൽ വരും. അപ്പോൾ അതിൽ പുഴുക്കളൊക്കെ വരാണ്ട് നോക്കണം. അപ്പോൾ നമ്മൾ ഒരു 3-4 ദിവസമൊക്കെ വെള്ളം തട്ടാണ്ട് അവരെ നോക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മേയാനൊന്നും വിടാൻ പറ്റില്ല. കാരണം ഇവർ ഫുൾ വെള്ളത്തിലാണല്ലോ കിടക്കുന്നത്, കാണില്ലേ? ഈ വെള്ളത്തിലൊക്കെയാണ് അവർ ഫുൾ ഇറങ്ങി കളിക്കുന്നതും കിടക്കുന്നതൊക്കെ. അതുകൊണ്ട് നമുക്ക് പിന്നെ ഡോക്ടർ പറഞ്ഞു അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് എണീക്കും, നല്ല സൈസായി വളരും പറഞ്ഞു. പിന്നെ നമ്മൾ പോത്ത് കച്ചവടത്തിന് അല്ലെങ്കിൽ പോത്ത് ബിസിനസ്സൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ചിലവർ മണി ഉടച്ചു കഴിഞ്ഞാൽ വാങ്ങിക്കില്ല. അതായത് ഈ പെരുന്നാൾ സീസണിലൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു മണി ഉടയ്ക്കാത്ത പോത്തുകളായിരിക്കും കൂടുതൽ വാങ്ങിക്കുക. പിന്നെ മണി ഉടയ്ക്കാത്തതാണ് നല്ലത് തോന്നുന്നു. കാരണം ഞങ്ങളതുകൊണ്ട് മണി ഉടയ്ക്കുന്നില്ല. അതിൻ്റെ ഒരു ആരോഗ്യം പറയുന്നത് അതാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി അവർ ശ്രദ്ധിക്കണം. 2 ദിവസം അവർ നന്നായി എണീക്കുകയായിരിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അധികം നമുക്ക് വില കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മണി ഉടയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴും മണി ഉടയ്ക്കാത്ത പോത്തുകളും വാങ്ങിക്കാൻ ഓഫർ ഉണ്ടാവും, മണി ഉടയ്ക്കുന്ന പോത്തുകളും വാങ്ങിക്കാനും ഓഫർ. അതുകൊണ്ട് നമ്മൾ അവരെ അങ്ങനെ ആ രീതിയിലൊന്നും നമ്മളവരെ ചൂഷണം ചെയ്യുന്നില്ല. അവരങ്ങനെ തന്നെ ആ വളരുന്ന സൈസ് എത്രയാണോ അങ്ങനെ വളർന്നാൽ മതി. നമുക്കത് ഉടച്ചിട്ടുള്ള വളർച്ചയൊന്നും നമുക്ക് വേണ്ട. അത് ഉടയ്ക്കുന്നതുകൊണ്ട് ഇവർ നന്നായി എണീക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഗുണമൊന്നുമില്ല. അത് നമ്മൾ നന്നായി തീറ്റ കൊടുത്താലും അവർ നന്നായി വളരും, അത്ര തന്നെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചോട്ടെ. ചിലത് നമുക്ക് ടൈപ്പ് ചെയ്ത് ഇത്രയും വൈഡായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളതൊരു വീഡിയോ ആയിട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ പുറകിൽ പോത്തപ്പന്മാർ വെള്ളത്തിലൊക്കെ ഇറങ്ങി മെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നും ഇവിടെ ഫുള്ള് നീരാടിയിട്ടും ഒക്കെയാണ് അവരുടെ മേയ്ച്ചൽ. ഇതാ അപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ രാവിലെ പോത്ത് വിട്ടിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വീഡിയോസ് ഡെയിലി കാണുന്നവരുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മളുടെ പോത്ത് ജീവിതമായിട്ട് ഇനി നമ്മൾ മുമ്പോട്ട് തന്നെ പോകും. പിന്നെ നമ്മൾ ഈ പോത്തുകളെയൊക്കെ മാറ്റി നമ്മൾ പുതിയ പോത്തുകളെ വാങ്ങിക്കും. ഇതിനെ കൊടുക്കാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആയിട്ടേ കൊടുക്കുള്ളൂ. ഇപ്പോൾ തന്നെയല്ല, കുറച്ചും കൂടെ സൈസായിട്ട് നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വേറെ പോത്തുകൾ വാങ്ങിക്കുന്നതും പിന്നെ ഇതിൻ്റെ വിലയൊക്കെ എത്രയാണ് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ഇതിന് മുമ്പ് വാങ്ങിക്കുമ്പോഴുള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതും ഇപ്പോൾ ഇവരെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മൾ ഇവർക്ക് ലിവർ ടോണിക്ക് കൊടുത്തിട്ടുള്ളത് ഹിമാലയൻ്റെ ആണ്. ലിവർ ടോണിക്ക് വേറെ ഏതൊക്കെയോ ബ്രാൻഡുകളുണ്ട്, പക്ഷേ ഹിമാലയൻ്റെ ആണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് ഇവർക്ക് വിശക്കാനും അതിനൊക്കെയാണ് അത് കൊടുക്കുന്നത്, നല്ലതാണ്. പിന്നെ ആദ്യം നമ്മൾ പോത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വിരക്കുള്ളത് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം കേട്ടോ. വിരയ്ക്ക് കൊടുക്കാണ്ടിരിക്കാനേ പാടില്ല. എന്തായാലും ഇപ്പോൾ വിരക്കുള്ളത് കൊടുക്കണം കേട്ടോ. ഞങ്ങൾ ഇവർക്ക് 3 തവണ വിരക്കുള്ളത് കൊടുത്തു. ഇനി നമ്മൾ വിരക്കുള്ളത് 1 മാസം കഴിഞ്ഞിട്ട് കൊടുക്കണമെന്ന് ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് പറയാം. ഞാൻ വിരയ്ക്ക് എങ്ങനെ കൊടുക്കണമെന്നൊക്കെ കാണിച്ചു തരാം. ചിലപ്പോൾ ഇവർ പഴത്തിലൊന്നും കഴിക്കാറില്ല. പിന്നെ നമ്മൾ തവിടിലൊക്കെ കുഴച്ചിട്ടൊക്കെ കൊടുക്കാറ് കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ പോത്ത് ജീവിതം, ഞങ്ങളുടെ പോത്ത് ജീവിതം. ഞങ്ങൾ ഫാമിലിയോടൊക്കെയാണ് പോത്തിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുക. നമുക്ക് രാവിലെ എണിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ടൈം പാസ് അല്ലേ. പിന്നെ പോത്തുകൾ കുറച്ച് നേരം മേയിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈകിട്ടല്ലേ വിടുള്ളൂ. പിന്നെ ഇവിടെ മേയാനും എന്താണ്ട ഇങ്ങനെ അവർക്ക് കുളിക്കാനൊക്കെ കുഴിയും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് നല്ല സൂപ്പറാണ്. വീട്ടിൽ വെള്ളത്തിന് ചിലവുണ്ടാവില്ല. പിന്നെ അവർക്കാണെന്നുണ്ടെങ്കിലും സുഖമായിട്ട് വെള്ളത്തിലും കളിക്കാൻ മേയുകയും ചെയ്യാം. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. കണ്ട പോത്തപ്പന്മാർ വെള്ളത്തിലൊക്കെ കിടന്ന് മേയുന്നുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.